ഹായ് ഗായ്സ്, ഒരു കാരണമില്ലാതെ മുടി ഒരുപാട് കൊഴിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിട്ട് വർക്കൗട്ട് ആവും കേട്ടോ. മുടി നന്നായിട്ട് വളരും, മുടി കൊഴിച്ചിലുണ്ടാവില്ല. മാത്രമല്ല മുടി നല്ല കറുപ്പായിട്ട് ഷൈനിങ് ആയിട്ടിരിക്കും. അത്രയും സൂപ്പറായിട്ടുള്ള ഈ ടിപ്സ് ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി കഞ്ഞിവെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അരി കഴുകിയിട്ടുള്ള വെള്ളം എടുത്താലും ഒരു കുഴപ്പമില്ല, ഇതേ എഫക്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അരി കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം. അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂടെ പൗഡറാണ് കേട്ടോ. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും അതൊക്കെ ഉള്ളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പോളം അല്ലെങ്കിൽ 3/4 ഗ്ലാസോളം കഞ്ഞിവെള്ളവും 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചെമ്പരത്തിപ്പൂടെ പൗഡറും പിന്നെ ചേർക്കുന്ന 1 ടീസ്പൂൺ നമ്മുടെ കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം കൂടി ചേർത്ത് നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും കുതിർക്കാനായിട്ട് വെക്കുക. കാരണം നമ്മളതിനകത്ത് ഇട്ടിരിക്കുന്ന കരിഞ്ജീരകം നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നുമില്ല, ജസ്റ്റ് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം നന്നായിട്ട് കുതിർന്ന് വന്നോട്ടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നതിലുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഞാൻ സെപ്പറേറ്റ്ലി മുടിയിൽ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആയതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗൈസ്, നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല രീതിക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അരച്ചതിന് ശേഷം നമുക്കിതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. നമ്മൾ ചേർത്തിരിക്കുന്ന കരിഞ്ജീരകം നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് കുതിർന്നെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഫൈനായിട്ടുള്ള രീതിക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. പകരം ഞാൻ എൻ്റെ മുടിയിലേക്ക് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുടിയിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കേട്ടോ. 1-2 പമ്പ് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒത്തിരി അങ്ങ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് മുടിക്ക് ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ മുടിയിൽ ഈ ഒരു എണ്ണ അല്പം അപ്ലൈ ചെയ്യുക. ഇതില്ലെന്നെങ്കിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഏത് ഹെയർ ഓയിലായാലും കുഴപ്പമില്ല, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട്. ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നീട് അതങ്ങ് മുടിയിലേക്ക് എത്തിക്കോളും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കുളിച്ച് വരിക. പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് കുളിച്ച് വരിക കേട്ടോ. ആഴ്ചയിൽ വെറും 2 തവണ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യത്തെ ആ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 2ാം തവണ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിക്ക് നിങ്ങളുടെ മുടി വളർച്ച കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ചെമ്പരത്തി ആണെങ്കിലും കരിഞ്ജീരകം ആണെങ്കിലും നമ്മുടെ കഞ്ഞിവെള്ളം ആണെങ്കിലും എല്ലാം മുടിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചെമ്പരത്തി നമുക്കിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഷാമ്പു ഇടണമെന്ന് ചില ആൾക്കാർ ചോദിക്കാം. ഷാമ്പു ഇടേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾ ഷാമ്പു ഇട്ട് കഴിക്കോളും, ഒരു പ്രശ്നം. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഷാമ്പൂ ഇടരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ നല്ല ഷാമ്പൂ ആയിട്ടും കണ്ടീഷണറായിട്ടും നമ്മുടെ മുടിയിൽ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആവുന്ന സമയത്ത് ഒത്തിരി മുടി കൊഴിഞ്ഞ് നമുക്ക് കഷണ്ടി വരെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവർ ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കഷണ്ടി വന്ന ഭാഗത്ത് പുതിയ മുടി കിളിർത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, എല്ലാവരും ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംനു.